ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്നത്തെയും പോലെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. ബ്രഹ്മമുഹൂർത്ത വിളക്കെന്ന് പറയുമ്പോൾ ഒരു തട്ടത്തിൽ 5 അകൽ വിളക്കുകൾ, ഇതുപോലെ 5 അകൽ വിളക്കുകൾ ഒരുക്കി തെളിയിക്കുന്ന ദീപമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും എൻ്റെ ആവശ്യങ്ങളും സാധിപ്പിച്ചെടുത്തത് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് മാത്രം തെളിയിച്ചുകൊണ്ടാണ്. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, എന്താണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ വിളക്ക്, നിലവിളക്കോ അല്ലെങ്കിൽ ഒരു കുബേര വിളക്കോ, ആ വിളക്കുകൾ തെളിയിക്കുന്നത് കൊണ്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. ഞാൻ പറയാം കേട്ടോ. ഈ ഒരു വിളക്കിനെയാണ്, അതായത് ഒരു തട്ടത്തിൽ 5 അകൽ വിളക്കുകൾ നമ്മൾ നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് നമുക്ക് തെളിയിക്കാം. ഇതാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയും. നമ്മുടെ വീട്ടിലുള്ള സാധാരണ വിളക്കുകൾ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തെളിയിക്കുന്ന ദീപമാണ്. ബ്രഹ്മമുഹൂർത്തം എന്നും ബ്രാഹ്മമുഹൂർത്തം എന്നൊക്കെ പറയും കേട്ടോ. പലർക്കും ഇപ്പോഴും സംശയമാണ്, ബ്രഹ്മമുഹൂർത്തമല്ല ബ്രാഹ്മമുഹൂർത്തമാണെന്നൊക്കെ പറയാറുണ്ട് കമൻസിൽ. 2 രീതിയിലും നമുക്ക് പറയാം. ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. അതായത് ഈ തട്ടത്തിൽ 5 അകൽ വിളക്കുകൾ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. പലരും രാവിലെ എഴുന്നേറ്റ് ആ നേരത്ത് തല കുളിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സൈനസ് പ്രോബ്ലം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടായിരിക്കും. എന്നാൽ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് രാവിലെ എഴുന്നേറ്റിൽ കൈകാലും മുഖമൊക്കെ ഒന്ന് കഴുകി ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയിട്ട് ധാരാളമായിട്ട് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാം. നമ്മൾ പൂജാ റൂമിൽ കയറുന്നില്ല, ഫോട്ടോസ് ഒന്നും തൊടുന്നില്ല, വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും തൊടുന്നില്ല. ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് 48 ദിവസങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ തുടർച്ചയായിട്ട് തെളിയിച്ചു വന്നു കഴിഞ്ഞാൽ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്ന് മാത്രമല്ല, ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കും. ഒറ്റ കാര്യമുള്ളൂ, അതിനൊരു സ്ഥിരത വേണം. നമ്മളത് ആത്മാർത്ഥമായിട്ട് ഇഷ്ടദൈവത്തെ, കുലദൈവത്തെ, വിഘ്നേശ്വരനെ, ഈ പ്രപഞ്ച ശക്തിയെ നല്ല പോലെ പ്രാർത്ഥിച്ച് ആത്മാർത്ഥതയോട് കൂടി തെളിയിച്ചു വരും. ഇനി തെളിയിക്കേണ്ട സമയം രാവിലെ 4-നും 5:30-ക്കുമുള്ളിൽ തെളിയിച്ചാൽ മതി. കുറഞ്ഞത് അരമണിക്കൂർ മുതൽ 45 മിനിറ്റുകൾ വരെ തെളിഞ്ഞാൽ മതി കേട്ടോ. പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ തെളിയിക്കേണ്ടതില്ല. ശുദ്ധിയായതിനു ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. എവിടുന്നാണോ നിർത്തിയത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തുടർന്ന് പോകാം. ഈ ബ്രഹ്മമുഹൂർത്ത സെറ്റ് വിബീസ് ലിറ്റിൽ വേൾഡിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. വീട്ടിൽ ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും ധൂപം കാണിച്ചിരിക്കണം. ഞാൻ സ്ഥിരമായി വീട്ടിൽ ധന ആകർഷണ പൊടിയാണ്, ധൂപമാണ് കാണിക്കുന്നത്. 48 ദിവസങ്ങൾ തുടർച്ചയായിട്ട് ധന ആകർഷണ പൊടിയിൽ സാമ്പ്രാണി കാണിച്ചു വന്നു കഴിഞ്ഞാൽ നല്ലൊരു ധന ആകർഷണം, പോസിറ്റിവിറ്റി വീട്ടിലുണ്ടായിരിക്കും. ഈ പൗഡർ വേണമെന്നുള്ളവർ സൈറ്റിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം ശരവണ ഭവ.